ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്ന് പാൽപ്പാടയിൽ നിന്ന് കുറച്ച് നെയ്യ് എടുത്താലോ. നമ്മളെന്തായാലും വീട്ടിലെന്തായാലും പാൽ മേടിക്കാത്തൊരാരും ഉണ്ടാവില്ലായിരിക്കും. അന്നേരം ആ പാലൊക്കെ ഒന്ന് കാച്ചിയിട്ട് ഒരു പാട വരില്ല, അതെടുത്ത് എല്ലാ ദിവസവും ചിലപ്പോൾ ഒരു 1/4 സ്പൂണായിരിക്കും, 1/2 സ്പൂണായിരിക്കും, ചിലപ്പോൾ 1 സ്പൂൺ കിട്ടുമായിരിക്കും. അത് നമ്മളൊരു പാത്രത്തിനകത്തൊക്കെ ഫ്രീസറിൽ വെച്ചിരുന്നാൽ മതി. എന്തായാലും ഒരാഴ്ച ആകുമ്പോഴത്തേക്ക് നമുക്ക് വീട്ടിൽ അത്യാവശ്യം കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള നെയ്യ് കിട്ടും. എന്നിട്ട് ഞാൻ ഇത് ഒരാഴ്ചയായിട്ടുള്ളതാണ് കേട്ടോ. ഞാനിത് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിരുന്നതാണ്. നേരത്തേക്ക് ഞാൻ നെയ്യ് എടുക്കുന്നത് മിക്സിയിലിട്ട് കുറച്ച് തണുത്ത വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് കറക്കി എടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്നാവും. ഞാൻ അന്നേരം വിചാരിച്ചു അല്ലാതൊന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അകലം എടുത്ത് പാത്രത്തിൽ ഒന്ന് ചൂടാക്കിയപ്പോൾ അതുങ്ങളുടെ നെയ്യ് വന്നു. അന്നേരം ഞാൻ വിചാരിച്ചു പെട്ടെന്ന് അങ്ങനെ ചെയ്യാമോ എന്ന് വിചാരിച്ചു. അന്നേരം നമുക്ക് ഇതിരിക്കുന്ന ആ പാൽപ്പാട എല്ലാം എടുത്ത് നന്നായിട്ട് നുറുക്കി നെയ്യെടുക്കാം. മിക്സിയിൽ നമ്മൾ തണുത്ത വെള്ളം ഒഴിച്ചിട്ട് ഈ പാൽപ്പാടയും ഇട്ടിട്ട് ഒന്ന് കറക്കി എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് നെയ്യ് ഉരുണ്ട് വരും. അപ്പം നമ്മൾ പച്ചവെള്ളത്തിൽ വിട്ടിട്ട് ഉരുട്ടിയെടുത്തിട്ട് ഉരുക്കിയെടുത്താൽ മതി. പക്ഷേ നമുക്ക് അത്രയും പാടൊന്നുമില്ല. ഇതാ എളുപ്പം. ഇത്തിരി ഒരു 5 മിനിറ്റ് എക്സ്ട്രാ എടുക്കും, കാരണം അതിൻ്റെ വെള്ളമയമൊക്കെ പറ്റി വരണ്ടായോ. ഇച്ചിരി സൂമായിപ്പോയി ഞാൻ വീഡിയോ എടുത്തത്. അത് ഈസി ആയിട്ട് എടുക്കാം കേട്ടോ. ഇതെല്ലാം ചില ആൾക്കാരുണ്ടല്ലോ ഈ പാൽപ്പാടയ്ക്കകത്തോട് തന്നെ തൈര് ഒഴിച്ചിട്ട് പിന്നെ അല്ലാതെ കളഞ്ഞെടുക്കും. അതിനെക്കാട്ടിലുമൊക്കെ ഈസിയാണിത് കേട്ടോ. അന്നേരം നമുക്ക് വീട്ടിലെ ആവശ്യത്തിന് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ, ഇപ്പോൾ ഒരു ബ്രെഡ് പൊരിക്കാനാണെങ്കിലും ഒരു ചപ്പാത്തി ഉണ്ടാക്കാനാണെങ്കിലും എന്തിനാണെങ്കിലും ഇച്ചിരി നെയ്യ് നല്ല ഇപ്പം തിളച്ച് വന്നപ്പോഴത്തേക്ക് എന്താ ഒരു മണം വന്നറിയാം. നമ്മൾ വാങ്ങുന്ന കടയിൽ നിന്നൊക്കെ വാങ്ങുന്നത് വലിയ കമ്പനിയുടെയൊക്കെയാണെന്ന് പറഞ്ഞാലും അതിനൊരു സ്മെല്ലേ ഇല്ല. ഇതൊന്ന് തിളച്ച് വന്നപ്പം തന്നെ എന്തൊരു മണം വന്നറിയാം. നല്ല ഒരു മണം. അന്നേരം ഇത് നല്ല ബ്രൗൺ കളറാവണം. ആ ഒരു ഇതുണ്ടല്ലോ അടിഞ്ഞ് നന്നായിട്ടൊരു ബ്രൗൺ കളറായി നെയ്യൊക്കെ മാറി വരും. പറഞ്ഞറിയിക്കാൻ പറയാതെ നല്ലൊരു മണം. അന്നേരം നമുക്ക് ഈസി ആയിട്ട് എടുക്കാവുന്നതാണ്. ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ പാൽപ്പാട ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ അത് പനലാകത്തേയില്ല. അല്ലാതെ ചിലപ്പോൾ ചെറിയൊരു സ്മെല്ല് വന്നേക്കാം, അല്ലാതെ ഫ്രീസറിലല്ലാതെ വെക്കുമ്പോൾ. ചിലപ്പോൾ നമുക്ക് കറണ്ടൊക്കെ പോയി കഴിഞ്ഞാലും ചിലപ്പോൾ അതൊരു ബുദ്ധിമുട്ടായിരിക്കും, നല്ലൊരു സ്മെല്ല് വരും, വല്ലാത്തൊരു ബാഡ് സ്മെല്ല് വരാൻ ചാൻസ് ഉണ്ട്. അന്നേരം ഞാൻ ഇതെല്ലാം നെയ്യെല്ലാം റെഡി ആയത് ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട്. അപ്പം പ്രത്യേക ഒരു മണമുണ്ട്. അത് നല്ല നെയ്യൊന്നും അങ്ങനെ ഒരുപാട് നാൾ ഇരുന്ന് കഴിഞ്ഞാലും പന്നലാവത്തില്ല. അന്നേരം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. നമുക്ക് ഈ നെയ്യ് എല്ലാം എടുത്ത് കഴിഞ്ഞാൽ അതിനകത്ത് ലാസ്റ്റ് ഒരു ഇത് കട്ടൻ പോലൊക്കെ വരുമല്ലോ, അടിഞ്ഞൊരു ബ്രൗൺ കളർ, അത് കളയവേ വേണ്ട. അതുകൊണ്ട് നമുക്കൊരു ഡിഷ് ഉണ്ടാക്കാം. അന്നേരം ഇതെല്ലാം സെറ്റായിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഈർത്തെടുക്കണം. ഇവിടെ ഈർത്തെടുക്കുന്നതെന്ന് പറയുന്നത്, അപ്പം ഇത് നന്നായിട്ട് ഊറ്റിയെടുക്കുക. ഇതാ കണ്ടോ, ഇത്രയും കിട്ടിയിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇത്രയും കിട്ടുമെന്നൊട്ട് ഒട്ടും പ്രതീക്ഷിച്ചതേ ഇല്ല. എന്നാ ഒരു മണം എന്നറിയാം. നമ്മൾ ഒരു പ്രാവശ്യം ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളെടുക്കും, കാരണം നമ്മൾ വാങ്ങുന്നതിനകത്ത് ഒരു സ്മെല്ലുമില്ല. നല്ലൊരു മണമാണ്. അന്നേരം ചാനലൊക്കെ ഒന്ന് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.